കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്ന കാര്യം ഇപ്പോൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കുറെ നാൾ മുൻപ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യമുയർന്നിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA അടക്കമുള്ളവർ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് കേരളത്തിൽ പുതിയ ജില്ലാ വിഭജനം വീണ്ടും ചർച്ചയാകുന്നത്. ഇതോടെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു വന്നു. ഒപ്പം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ജില്ല രൂപീകരിക്കണമെന്ന് N ശക്തൻ MLAയും ആവശ്യപ്പെട്ടു. ഇതോടെ കേരളത്തിൽ എത്ര ജില്ലകൾ പുതുതായി രൂപീകരിക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. BJP നേതൃത്വം ജില്ലാ വിഭജനത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുമുണ്ട്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം അടക്കം പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ജില്ലാ വിഭജനം നടന്നേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്നാണ് അധികാരത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ UDF പ്രഖ്യാപിച്ചിരുന്നത്. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലെ നിർദ്ദേശത്തിലും ഇക്കാര്യമുണ്ട്. പക്ഷേ അതിൽ പഠന വിഷയമാക്കുന്ന ജില്ലാ ശുപാർശകളെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇതിനിടയ്ക്കാണ് മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണം എന്ന നാട്ടുകാരുടെ പൊതുവികാരത്തിന് മുഖ്യമന്ത്രി പിന്തുണ നൽകിയത്. ഇക്കാര്യം പഠന കമ്മീഷൻ പഠന വിഷയമാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് എറണാകുളത്തിനൊപ്പം മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളും വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം, തൊടുപുഴ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിൻ്റെ അല്പം ഭാഗങ്ങളും ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നാണ് അരനൂറ്റാണ്ടിലധികമായുള്ള ആവശ്യം. ആദ്യമായി മൂവാറ്റുപുഴ ജില്ല എന്ന വാദം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ഏകദേശം 4.5 പതിറ്റാണ്ട് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനാണ് മൂവാറ്റുപുഴ ജില്ല എന്ന വാദം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. 1982 ഇത്. കേരളത്തിൽ ഇനിയൊരു ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന് അന്ന് കരുണാകരൻ പറഞ്ഞു. പക്ഷേ കരുണാകരൻ്റെ വാക്ക് പാലിക്കപ്പെട്ടില്ല. 2 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിൽ മറ്റൊരു ജില്ലാ രൂപീകരണം കൂടി നടന്നു. 1984 കേരളത്തിലെ 14ാമത് ജില്ലയായി കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടു. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല. അതിനുശേഷം ഇപ്പോഴാണ് കേരളത്തിൽ മറ്റൊരു ജില്ലാ രൂപീകരണ ചർച്ച സജീവമായി നടക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്നത് അത്ര വലിയ ഒരു ചർച്ചയായി മാറിയിരുന്നില്ല. ജനസംഖ്യയിൽ മുന്നിലുള്ള മലപ്പുറം ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്നാണ് ആവശ്യം. ഇതിനു പിന്നാലെയാണ് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമെന്ന് 1982 കരുണാകരൻ്റെ പ്രഖ്യാപനത്തെ അനുസ്മരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയത്. ഇതോടെ നാനാഭാഗത്തു നിന്നും ജില്ലകൾ വിഭജിക്കണമെന്ന് മുറവിളി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഐക്യ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ 10ാമത്തെ ജില്ലയായി 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ജനസംഖ്യയുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ലോക്സഭാ, നിയമസഭാ മണ്ഡലങ്ങളുടെയും എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും മുന്നിലാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം മാനദണ്ഡമാക്കി മലപ്പുറത്തെ വിഭജിക്കണമെന്നാണ് ആവശ്യം. വിസ്തീർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മലപ്പുറം ജില്ല മുന്നിലാണ്. 3550 ചതുരശ്ര കിലോമീറ്ററാണ് മലപ്പുറത്തിൻ്റെ ആകെ വിസ്തീർണം. 2011 സെൻസസ് പ്രകാരം കണക്കാക്കിയാൽ പോലും 41.13 ലക്ഷം ജനങ്ങൾ മലപ്പുറത്ത് അധിവസിക്കുന്നുണ്ട്. ആകെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൽ 12 നഗരസഭകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നു. 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. പൂർണ്ണമായും ഭാഗികമായുമായി 3 ലോക്സഭാ മണ്ഡലങ്ങളും. പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും മലപ്പുറം ജില്ലയിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം അഥവാ 3 നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്നുണ്ട്. തിരൂർ,
പൊന്നാനി, തിരൂരങ്ങാടി താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. ജനസംഖ്യ, ചരിത്ര പ്രാധാന്യം, തീരപ്രദേശം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാൽ തിരൂർ ആസ്ഥാനമായുള്ള ജില്ല അനിവാര്യമാണെന്നാണ് ലീഗ് നേതാക്കളുടെ വാദം. സംസ്ഥാന തലത്തിൽ തന്നെ ജില്ലകളും താലൂക്കുകളും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജനസംഖ്യാനുപാതത്തിലായിരിക്കും ജില്ലകൾ വിഭജിക്കേണ്ടതെന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. ജില്ലാ വിഭജനം ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭിക്കാനും ഭരണ സൗകര്യം വർദ്ധിപ്പിക്കാനും ഉപകരിക്കുമെന്ന് താനൂർ MLA PK നവാസും പറഞ്ഞു. ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് N ശക്തൻ MLAയും രംഗത്തെത്തിയത്. നിലവിൽ നെയ്യാറ്റിൻകര MLA ആണ് ശക്തൻ. കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുമ്പോൾ അതിൽ മുൻഗണന നെയ്യാറ്റിൻകരയ്ക്കും നൽകണമെന്നാണ് N ശക്തന്റെ ആവശ്യം. നെയ്യാറ്റിൻകര, പാറശാല, കോവളം, കാട്ടാക്കട എന്നീ 4 മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ശക്തൻ MLA ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് കൂടിയായ താൻ ഇക്കാര്യം ശക്തമായി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കേരളത്തിലൊട്ടാകെ ഒരു പുനഃക്രമീകരണം വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. നെയ്യാറ്റിൻകര ജില്ലയായി മാറുമ്പോൾ നഗര കേന്ദ്രീകൃതമായ ധാരാളം വികസന പ്രവർത്തനങ്ങൾ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് ഈ ആവശ്യത്തിൻ്റെ ഹൈലൈറ്റ്. മാത്രമല്ല, ഇന്നു കേരളത്തിലുള്ളതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളും നെയ്യാറ്റിൻകര, പാറശാല, കോവളം, കാട്ടാക്കട ഭാഗങ്ങളാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനാണ് N ശക്തൻ MLA നെയ്യാറ്റിൻകര ജില്ല രൂപീകരണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും ഒരു കാരണമായി ഉന്നയിക്കുന്നുണ്ട്. ഭൂമിയും വിസ്തീർണവും വളരുന്നില്ലെങ്കിലും ജനസംഖ്യയും ജനങ്ങളുടെ ആവശ്യങ്ങളും വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ രൂപീകരണത്തെ ജനങ്ങളും അനുകൂലിക്കാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല, എളുപ്പത്തിൽ ജനങ്ങളിൽ സേവനങ്ങൾ എത്തിക്കാനും ഇത് ഉപകരിക്കുകയും ചെയ്യും.